കുറച്ച് നേരം ഇരുന്ന് ഒരു എഫർട്ട് എടുത്ത് ആ നോളജ് പാർട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരും ഡിപ്പെൻഡൻ്റ് ആവശ്യം എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങൾ നോളജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇൻഫ്ലേഷനും നിങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് വാറൻ ബഫെ പോലെ. ക്വാളിറ്റി പാർട്ടിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് കമ്പനിയെ സീരിയസ് ആയിട്ട് പോകും. നമ്മുടെ ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 7% ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ് നമ്മുടെ ബാങ്ക് ഇൻട്രസ്റ്റ് അറൗണ്ട് 7% ആണ്. 10% റിസ്കും കൂടി ചേർക്കുമ്പോൾ 17% ആകും. മിനിമം ROC 70% ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കമ്പനി നോക്കാറുള്ളൂ. നമുക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റിലേക്ക് തന്നെ പോകാം. വെൽക്കം ടു സ്പെഷ്യൽ പോഡ്കാസ്റ്റ് എഡിഷൻ. നമ്മൾ വളരെ ചലഞ്ചിങ് ടൈംസിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ട്രംപിൻ്റെ ടാരിഫുകൾ US മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനെയും അഫക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു സാധാരണ ഇന്ത്യൻ ഇൻവെസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ട ഒരു സമയം തന്നെയാണ്. നമ്മൾ സാധാരണ എപ്പോഴും പറയും മാർക്കറ്റിൽ ഒരു വലിയൊരു ഷേക്കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് അവിടെ നിന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് റിക്കവർ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റോക്സും തിരിച്ചു കയറണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മാർക്കറ്റിൽ നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതും ഒരുപാട് വിസ്ഡം ഒക്കെ ഉള്ളവരും എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ലീഡേഴ്സ് ഓഫ് ലാസ്റ്റ് ബുൾ മാർക്കറ്റ് മേ നോട്ട് ലീഡ് ഇൻ ദ ന്യൂ ബുൾ മാർക്കറ്റ് എന്നുള്ളൊരു സേയിങ് സാധാരണ മാർക്കറ്റിലുണ്ട്. ഇത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം, പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കണം എന്ന് മൈഫിൻ TV എന്നും വിചാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇതേപോലത്തെ ചലഞ്ചിങ് ടൈംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഏതാണ്ട് 9-ാം തീയതിയാണ്. ഏതാണ്ട് മണി 12-12:15 എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഏതാണ്ട് ഈ ടൈമും ഈ ഡേറ്റിലുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ്. ഉടനെ തന്നെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ RBIയുടെ മോണിറ്ററി പോളിസി വന്നേ ഉള്ളൂ. 25 ബേസിസ് പോയിന്റ്സ് കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബട്ട് ഈ ഒരു പ്രിമൈസൽസിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോനെ പൊസിഷൻ ചെയ്യേണ്ടത്, ആ ഇൻവെസ്റ്റർ ഏതൊക്കെ സ്റ്റോക്ക് മേടിക്കണം എന്നുള്ളതല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ നമ്മളെല്ലാവരും പറയുന്ന ഏതൊക്കെ സെക്ടറുകൾ നോക്കാം, ഏതൊക്കെ സ്റ്റോക്സുകൾ നോക്കാം എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഏതൊക്കെ സ്റ്റോക്കുകളാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്, കാര്യം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിന് മാത്രമേ നിങ്ങളെ ആ കാര്യത്തിൽ സഹായിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം പല സെക്ടറുകൾക്കും വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഗതി തന്നെ മാറ്റുന്നത് നമുക്ക് സിമ്പിളായിട്ട് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ഷേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മരത്തിലുള്ള എല്ലാ ഇലകളും വീഴണമെന്നില്ല. ബട്ട് ചില ഇലകൾ വീണ് മരം വേറൊരു രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് കാണപ്പെടുന്നത്. അങ്ങനത്തെ ഒരു മാറിയ സാഹചര്യത്തിൽ ഏതൊക്കെ സെക്ടറുകൾ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ. ഏത് സെക്ടർ ഉൾപ്പെടുത്താം, ഏത് സ്റ്റോക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതിനേക്കാളും. അതുകൊണ്ട് അത് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ വളരെ എമിനൻ്റ് ആയിട്ട് നമ്മളെ സംബന്ധിച്ച് മൈഫിൻ TVയെ സംബന്ധിച്ചോളം ഇതിനപ്പുറം നമുക്കൊരു എക്സ്പേർട്ടിനെ കിട്ടാനില്ല. മലയാളി ക്രൗഡിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് കുറവുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററോ നമ്മൾ ബോംബെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടാറുണ്ട്. ഇൻസൈഡ് ഇൻഫർമേഷൻ കിട്ടാറുണ്ട്, കമ്പനികളിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടാറുണ്ട്. നമുക്ക് പരിചയമുള്ളവർ തന്നെ ഏതാണ്ട് ഈ കമ്പനികളുടെ കോർപ്പറേറ്റ് സർക്കിളിൽ ഇൻവോൾവ് ആയിട്ടുള്ള. പക്ഷേ ഇവിടെ ഒരു സാധാരണക്കാരന് ഇതൊന്നും തന്നെയില്ല. വെറും നമ്മൾ വായിക്കുന്ന പേപ്പറുകളും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചാനലുകളിൽ നിന്നും മാത്രം ഒരു ഇൻഫർമേഷൻ ഡെസിഫർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ചലഞ്ചാണ് ഒരു സാധാരണ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചുള്ളത്. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്ററിന് ഒരു പുതിയ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി പുതിയ സ്റ്റോക്സ് ഇൻക്ലൂഡ് ചെയ്ത് മുന്നോട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചാർട്ടർ ചെയ്ത് പോവാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും എമിനൻ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ കണ്ണിൽ ഏറ്റവും നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള മിസ്റ്റർ കൃഷ്ണകുമാർ ബാലകൃഷ്ണനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ ഒരു രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ്. കൃഷ്ണകുമാർ, very good afternoon and welcome to the show. Thank you so much. Thank you for calling for the show. കൃഷ്ണകുമാർ, ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്കിപ്പോൾ ഓരോ ലൈവ് പ്രോഗ്രാം നടത്തുമ്പോഴും ഓരോരുത്തരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഓഫ് കോഴ്സ് നമ്മളൊരു ന്യൂസ് നമ്മൾ കമൻട്രി പറയുന്ന പോലെയല്ല. കാര്യം അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഈ ന്യൂസ് അറിയാൻ അവർക്ക് മാധ്യമങ്ങളുണ്ട്, അവർക്ക് പേപ്പറുകളുണ്ട്, അവർക്ക് ചാനലുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മാർഗ്ഗങ്ങൾ. ഇവൻ വാട്സപ്പിൽ തന്നെ എല്ലാ ന്യൂസുകളും വരുന്നു. ബട്ട് അവരെ സംബന്ധിച്ച് അവർക്ക് അറിയേണ്ടത് ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് പറയാനും ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ ഈ പ്രോഗ്രാമിനെ ഞാൻ എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിനെ തന്നെ സ്പെഷ്യലായിട്ട് ഈ ഡെസ്കിലേക്ക് ഇൻവൈറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ജനങ്ങളോട് പറയേണ്ടത് ഏതൊക്കെ അബദ്ധങ്ങളിൽ ചെന്ന് പെടാൻ പാടില്ല എന്നാണ്. ഏതൊക്കെ സെക്ടേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാം, എവിടെയൊക്കെയാണ് പ്രോബ്ലം വരുന്നത്, ഏതൊക്കെയാണ് സ്റ്റോക്സ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യേണ്ടത്, ഇതായിരിക്കാം ഒരു പക്ഷേ ഇൻവെസ്റ്റർ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ പറയാറുണ്ടല്ലോ, യു ഷുഡ് ബി ക്ലിയർ അബൌട്ട് വാട്ട് യു കനോട്ട് ഡു rather than you can do എന്ന്. അപ്പം നമ്മുടെ ഈ പ്രിമൈസസിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കൃഷ്ണകുമാർ ഞാൻ കൃഷ്ണകുമാരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. മാർക്കറ്റ് എന്ത് ചലഞ്ചിങ് എൻവയറൺമെന്റിൽ കൂടെയാണ് പോകുന്നത്, അൺസർട്ടനിറ്റിയാണ് എല്ലാ സ്ഥലത്തും. ബട്ട് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സിൽവർ ലൈനിങ് എന്താ അറിയോ, അതായത് when too much pessimism hits market, there will be an optimism. അതായത് ടു മച്ച് ഓഫ് നെഗറ്റീവ്സ് ക്യാൻ ബി പോസിറ്റീവ് ഫോർ ദ മാർക്കറ്റ്. സോ ദെയർ വിൽ ബി ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ ആൻഡ് വി ആർ റൈറ്റ് അറ്റ് ദെയർ. അതായത് ഏതാണ്ട് ആ ഭാഗം എത്തേണ്ട സമയമായി എന്നാണ് എനിക്കും തോന്നുന്നത്. കൃഷ്ണകുമാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്, അങ്ങനെ ഒരു ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ കാണേണ്ട സമയമായോ? അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ബേസിക്കലി എൻഡ് ഓഫ് ദ ടണൽ എപ്പോഴും ലൈറ്റ് ഉണ്ട്. അത് കാണുന്ന ആൾക്കാരെ കണ്ണിനെ ഡിപ്പെൻഡ് ആയിരിക്കും ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മുടെ ഡാർക്ക്നെസ്സിനെ കാണുന്ന ആൾക്കാരെ ഡാർക്ക്നെസ്സിനെ കാണത്തുള്ളൂ. ലൈറ്റിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിലാണ് നമ്മുടെ ചലഞ്ച് ഇരിക്കുന്നത്. ആസ് എ ട്രേഡർ ദാറ്റ് ഈസ് എ ചലഞ്ച് ആക്ച്വലി. ഈ ലൈറ്റിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് നമ്മളിത് സംസാരിക്കുന്നത്. ബേസിക്കലി നമ്മൾ സംസാരിക്കുന്ന ലെവൽ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളൊരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററിനെ കണക്കോ, ഒരു വലിയൊരു ടോപ്പ് ഓപ്പറേറ്ററിനെ കണക്കോ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ കണക്കുള്ള ബേസിക്കലി സപ്പോർട്ട് സിസ്റ്റം നമുക്കില്ലെന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മുടെ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ള പോയിന്റിലല്ല, നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പോയിന്റിലാണ് സംസാരിക്കുന്നത്. ബേസിക്കലി ഇരുട്ടിനെ മനസ്സിലാക്കി മാത്രമേ ലൈറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ലൈറ്റ് എന്ന് വെച്ചാൽ മനസ്സിലാക്കണമെങ്കിൽ ഇരുട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഇരുട്ടിനെ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ലൈറ്റിലേക്ക് നീങ്ങാൻ പറ്റുമെന്നുള്ള പോയിന്റിലാണ്. ഇറ്റ്സ് എ ടോട്ടലി ഡിഫറൻറ്റ് ഡിസ്കഷനാണ്. കാര്യം വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആരും ഈ ഒരു സബ്ജക്റ്റ് ആരും ഡെലിവറി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മൈഫിൻ TV അങ്ങനത്തെ ഇനിഷ്യേറ്റീവ് എടുത്തതിൽ ദാറ്റ്സ് വെരി മച്ച് അപ്രീഷിയബിൾ. സോ അത് ജനങ്ങൾക്ക് വെച്ചമാണെങ്കിൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ആക്ച്വലി. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബേസിക്കലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഞാൻ ഡിഫൈൻ ചെയ്തെടുത്ത ഏതാനും മോഡൽസിനെ കുറിച്ചാണ് ശരിക്കും. അപ്പം അതിൻ്റെ അകത്തുള്ള കുറച്ച് പോയിൻറ്റ്സിനെ കുറിച്ച് ഷെയർ ചെയ്യുവാണെങ്കിൽ അത് ജനങ്ങൾക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു 30-40-50% ബെറ്റർമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ആക്ച്വലി. ആ ഒരു പോയിന്റിലാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും. കൃഷ്ണകുമാർ, സാധാരണ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ FIIs എന്ത് ചെയ്യുന്നു അത് വളരെ ഹോളി ഗ്രെയിലായിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് കാണുന്നത്. ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഗോൾഡ്മാൻ സാങ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു, CLSAയുടെ റിസർച്ച് അനലിസ്റ്റ് വന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് എന്താ പറയുക, FIIs പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു നല്ലൊരു വിഭാഗം ക്രൗഡുണ്ട്. പക്ഷേ നമ്മളെപ്പോലുള്ളവർ, നമ്മൾ ഒരുപാട് കാലം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തവരാണ്, നമ്മളെ സംബന്ധിച്ചറിയാം പല റിപ്പോർട്ടുകളും അവർ ഇറക്കുന്നത് വളരെ കോൺട്രഡിക്ടറിയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെസ്കിന് വേണ്ടി സെല്ല് പറയുകയും സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്ററിന് വേണ്ടി ബൈ പറയുന്നുള്ള റിപ്പോർട്ടൊക്കെ നമ്മൾ പല രീതിയിലും വളരെ FIIs നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ, സാധാരണ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ മാർക്കറ്റിൽ നിന്ന് ഒരാൾക്ക് എക്സിറ്റ് കൊടുക്കാനുള്ള ലിക്വിഡിറ്റി കൊടുക്കലാണ് നമ്മുടെ പതിവ്. അതായത് നമ്മളെ കൊണ്ട് മാർക്കറ്റിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് സ്റ്റക്കായി കിടക്കുന്ന സ്റ്റോക്കുകളിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ളത് ഈ വലിയ HNIസിൻ്റെയും വലിയ FIIസിൻ്റെയും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ സ്ഥിരം അതിന് വേണ്ടിയിട്ട് ഒരുപാട് പോസിറ്റീവ് റിപ്പോർട്ട് അവരിറക്കും. ഇന്ന സെക്ടർ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന സ്റ്റോക്സ് കൊള്ളാം. അപ്പോൾ നമ്മൾ സാധാരണക്കാരൻ ഇത് കേട്ടിട്ട് ഇതെന്തോ ഹോളി ഗ്രെയിലാണെന്ന് വിചാരിച്ച് നേരെ പോയി ബൈ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി മേടിച്ചാലും ആരാണ് സപ്ലൈ ചെയ്യണമെന്ന് പോലെ അത്രയ്ക്ക് ഒരു നല്ലൊരു ഡിസിഷനാണ്, നല്ലൊരു ബൈ ഡിസിഷൻ ആണെങ്കിൽ അതിനകത്ത് സെല്ലേഴ്സ് പാടില്ലല്ലോ. അപ്പോൾ ആരാണിത് സെല്ല് ചെയ്യുന്നതെന്നൊന്നും, അതായത് വളരെ ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ടാണ് പല ഇൻവെസ്റ്ററും കാണുന്നത്. ഒരു കണ്ണ് മാത്രം അടച്ചു നമ്മളൊരു ഒരു സ്റ്റോക്ക് നമ്മൾ മേടിക്കാൻ നേരത്ത് ആരാണിത് സപ്ലൈ ചെയ്യുന്നത്, അത് പ്രൊമോട്ടറാണോ, അത് FII ആണോ, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളാണോ എന്നൊന്നും തിരിച്ചറിയാനായിട്ട് സാധാരണ ഒരു ഇൻവെസ്റ്ററിന് ഇന്ത്യൻ മാർക്കറ്റിൽ പറ്റാറില്ല. എന്നാൽ നമുക്കും അത് പറ്റാറില്ല, കാര്യം നമുക്കും ആ ഇൻഫർമേഷൻ കിട്ടാറില്ല. ബട്ട് ചില ഇൻഡിക്കേഷൻസ് മാർക്കറ്റ് തരാറില്ലേ, അതായത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാം എന്നുള്ളത്. അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് എന്താണ് കൃഷ്ണകുമാറിൻ്റെ അഭിപ്രായം? സൂരജ് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൻ്റെ പേരാണ് ഹേർഡ് മെൻറ്റാലിറ്റി. ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. അപ്പം വലിയ ഒരാൾ പറയുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചിലപ്പോൾ അയാൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് കാണും, അയാൾ പറയുന്ന പല കാര്യങ്ങളും നടന്നു കാണുമായിരിക്കും. അപ്പം നടന്നു കാണുമെന്നുള്ള അതിൻ്റെ ബേസിലായിരിക്കും അദ്ദേഹം പല വേറെ വലിയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ പ്രൊമോഷൻ്റെ പുറത്ത് ഹേർഡ് മെൻറ്റാലിറ്റി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മളും മാറുമ്പം നമ്മൾ ആ വ്യക്തി പറയുന്നത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുകയും, നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ വലിയൊരു കക്ഷിയെ SEBI അടുത്ത കാലത്ത് ക്യാച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടല്ലേ. അദ്ദേഹം ഈ പറഞ്ഞ സ്റ്റുഡിയോ വന്നിരുന്ന് കോൾസ് കൊടുക്കുകയും ടിപ്സ് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനെ കൊണ്ട് സ്റ്റോക്ക് മേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഈ അടുത്ത ന്യൂസ് വായിച്ചാണ്. ശരിക്കും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ആയിട്ടുള്ള ആസ് എ ട്രേഡർ, ആസ് എ കോമൺ ട്രേഡർ,
കുറച്ച് നേരം ഇരുന്നൊരു എഫർട്ട് എടുത്ത് ആ നോളജ് പാർട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരും ഡിപ്പെൻഡൻ്റ് ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം മാർക്കറ്റിൽ. നമ്മൾ ആ ഒരു പോയിന്റിലാണ് നമ്മുടെ സംസാരം മുഴുവൻ നമ്മൾ പൊസിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിലും കൃഷ്ണ, വാറൻ ബഫെ എപ്പോഴും പറയുന്ന ഒരു വാക്ക്, ദ ബെസ്റ്റ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ഈസ് ടു ഇംപ്രൂവ് യുവർ നോളജ്. അബ്സല്യൂട്ട്ലി. നിങ്ങൾ നോളജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇൻഫ്ലേഷനും നിങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് വാറൻ ബഫെ പോലും പറഞ്ഞില്ല. അപ്പോൾ കൃഷ്ണകുമാർ, നമുക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റിലേക്ക് തന്നെ പോവാം. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു ജനറൽ ഫീലിംഗ് എന്താ, ഗ്ലോബൽ ട്രേഡ് പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ അനലിസ്റ്റുകളും പറയുന്നത് ഡൊമസ്റ്റിക് ഓറിയന്റഡ് തീംസിലേക്ക് പോകാന്നുള്ളത്. ഡൊമസ്റ്റിക് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ FMCG സ്റ്റോക്സ്, ഇതൊക്കെയാണ് ഈ ലോ ഹാങ്ങിങ് ഫ്രൂട്ടായിട്ട് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ പറയുന്നത് ഡൊമസ്റ്റിക് എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം കറൻസി ബാധകമല്ലല്ലോ, അല്ലെങ്കിൽ US എന്ത് നടക്കുന്നു, ചൈനയിൽ എന്ത് നടക്കുന്നു, യുവാൻ എങ്ങനെ പെരുമാറുന്നു, $, കൂട്ടുകെട്ട് എങ്ങനെ വരുന്നു, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് വിശ്വസിക്കുന്നത്. ഏതൊക്കെ സെക്ടർ ആയിരിക്കും, ഏതൊക്കെ രീതിയിൽ നമ്മൾ കാണേണ്ടതെന്നുള്ളത് കൃഷ്ണയുടെ ഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്? ശരിക്കും ബേസിക്കലി ഞാൻ സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡറേ അല്ല. ഒന്നാമത്തെ കാര്യം, ബേസിക്കലി ഞാനൊരു ഷോർട്ട് ടൈം ട്രേഡ് ആണെങ്കിൽ പോലും ഞാനൊരു ലോങ് ടൈം ട്രേഡർ അപ്ലൈ ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള ഫണ്ടമെന്റൽ അനാലിസിസ് അപ്ലൈ ചെയ്തിട്ട് സ്റ്റോക്കിനെ സെലക്ട് ചെയ്യത്തുള്ളൂ. ആ ഒരു പോയിന്റിൽ ഐ ക്യാൻ ഷെയർ മൈ എക്സ്പീരിയൻസ്. ബേസിക്കലി ഫസ്റ്റ് ഞാൻ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു സൈറ്റിൻ്റെ പേര് screener.in എന്നുള്ള സൈറ്റാണ് ഫോളോ ചെയ്യുന്നത് അനാലിസിസിന് വേണ്ടി. ബേസിക്കലി ഒരു സ്റ്റോക്ക് ഒരു കമ്പനി അവർ റിസൾട്ട് അവരുടെ ക്വാർട്ടർ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ബൈ ഈവനിങ്ങോടുകൂടി സ്ക്രീനറിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരും. അവിടെ നിന്നാണ് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച്, ദാറ്റ് മീൻസ് ഏതെല്ലാം സെക്ടറിനെ അല്ലെങ്കിൽ ഏതെല്ലാം സ്റ്റോക്കിനെ അവോയ്ഡ് ചെയ്യുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. ബേസിക്കലി ഫണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ബേസിലാണ് ശരിക്കും. കറൻറ്റ് ഫണ്ട് എന്താണ്, അതിൻ്റെ ഏതെല്ലാം രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, എവിടെയൊക്കെ ഡോട്ട് പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്, ഈ ഡോട്ട് പോയിൻറ്റ്സ് നമുക്ക് അനാലിസിസ് ഫില്ല് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് കാര്യം ഞാൻ നോക്കുന്നത് പ്രൊമോട്ടറിനെ കുറിച്ചാണ്. കാര്യം ഏത് കമ്പനിയുടെയും ബേസ് എന്ന് പറയുന്നത് പ്രൊമോട്ടറിൻ്റെ ക്വാളിറ്റിയാണ്. അപ്രൈറ്റ് പ്രൊമോട്ടർ ക്വാളിറ്റി പാർട്ടിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് കമ്പനിയെ സീരിയസ് ആയിട്ട് ബാധിക്കും. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നതാണ് വെച്ചാൽ, ഞാൻ ചില പെഡിഗ്രി കമ്പനീസ് ഉണ്ട്, ടോപ്പ് പെഡിഗ്രി ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഗ്രൂപ്പ്സിനെ ബേസിക്കലി ഞാൻ സ്മോൾ ക്യാപ് ട്രേഡ് ആകുന്നത്, ഈ ഗ്രൂപ്പ്സിന് സ്മോൾ ക്യാപ്സിൽ ഏതെല്ലാം കമ്പനികളുണ്ടെന്നതിനെ കുറിച്ച് എനിക്ക് ഒരുമാതിരി നല്ല ഐഡിയ ഉണ്ട് ശരിക്കും. കാര്യം ഈ പെഡിഗ്രി ഈ ഗ്രൂപ്പ്സുള്ള കമ്പനികളുടെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അവർ തലമുറകളായിട്ട് ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്. അവർക്ക് ആ ലെവൽ ഓഫ് ഹോണസ്റ്റിയും ഇൻറ്റഗ്രിറ്റിയും ക്രെഡിബിലിറ്റി ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ചെറിയ ലാഭത്തിന് വേണ്ടി ക്രെഡിബിലിറ്റി അവർ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല. ഇനി ഈ പെഡിഗ്രി കമ്പനീസ് അല്ലെങ്കിൽ ഞാൻ സാധാരണ നോക്കുന്നത്, ഞാൻ ഈ പ്രൊമോട്ടറിനെ കുറിച്ചൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും. എന്തെങ്കിലും ഇൻസൈഡ് ഇൻഫർമേഷൻ ഇഷ്യൂ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ചെക്കിൻ്റെ പുറത്ത് എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടോ, കോർപ്പറേറ്റ് ഗവർണൻസ് ബേസിക്കലി എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നമുക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ നോക്കുന്നത്, ഈ പല കമ്പനിയുടെ പ്രൊമോട്ടർ ആയിരിക്കത്തില്ല കമ്പനി ലീഡ് ചെയ്യുന്ന ആൾ. പ്രൊമോട്ടർ ഒരു അഡ്വൈസറി രീതിയിൽ നിൽക്കത്തേ ഉള്ളൂ. ലീഡ് ചെയ്യുന്ന ആളുടെ ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ക്വാളിഫിക്കേഷൻ, അതും ഏതെല്ലാം കമ്പനിയിൽ നിന്നാണ് ഈ കമ്പനി വന്നത്. മൂന്നാമത്തെ കാര്യം നോക്കുന്നത്, ആ ലീഡ് ചെയ്യുന്ന ആൾ എത്ര നാളായിട്ട് ഈ കമ്പനിയിലുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കമ്പനിയിൽ ലീഡ് ചെയ്യുന്ന ആൾ ഓരോ 6 മാസം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ദർ ഇസ് സം ഇഷ്യൂ ഇൻ സംവെയർ ദർ ഇസ് ആൻ ഇഷ്യൂ ആക്ച്വലി. അല്ല, സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ലീഡേഴ്സ് ആണെങ്കിൽ ആക്ച്വലി കോൺട്രിബ്യൂഷൻ, അവർ തിങ്കിങ് പ്രോസസ്സിലും കോൺട്രിബ്യൂഷൻ പ്രോസസ്സിലും എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു ഫാക്ടറാണ് നമ്മൾ പ്രൊമോട്ടറിൻ്റെ അല്ലെങ്കിൽ ലീഡറിൻ്റെ ക്വാളിറ്റി അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്ലാസ് ഡോർ എന്ന് പറഞ്ഞ സൈറ്റുണ്ട്. ഗ്ലാസ് ഡോർ സൈറ്റിൽ പോയാൽ ഈ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് എംപ്ലോയീസ് പോയി കഴിഞ്ഞാൽ അവർക്ക് കമ്പനിയെക്കുറിച്ചുള്ള ഒരു കമൻറ്റ് ഷെയർ ചെയ്യാൻ പറ്റും. ഗ്ലാസ് ഡോറിൽ പോയി നോക്കിയാൽ ഏതെങ്കിലും കമൻറ്റ്സ് മോശമായിട്ടുണ്ട്, നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ചാൻസസ് കിട്ടും അതിൻ്റെ അകത്ത്. സപ്പോസ് ഒരു 10 എംപ്ലോയി പോയി 10 എംപ്ലോയും വളരെ മോശം കമൻ്റ് ആണെങ്കിൽ ദർ സംതിങ് ഈസ് വർക്കിംഗ് വിത്ത് സംവെയർ ആക്ച്വലി നെഗറ്റീവ് വേ ആക്ച്വലി. ബേസിക്കലി പ്രൊമോട്ടറിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു ക്രെഡിബിലിറ്റിയാണ് ഏറ്റവും വലിയ കാര്യം ഫസ്റ്റ് ഞാൻ നോക്കുന്നത്. ഈ ഒരു പാർട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് ലെവലുള്ള അനാലിസിസിലേക്ക് പോകത്തുള്ളൂ. സെക്കൻഡ് അനാലിസിസ് ഞാൻ നോക്കുന്നത് ബേസിക്കലി, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പ്രൊമോട്ടർ പാർട്ടിൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആ കമ്പനി എടുക്കത്തില്ല. ഞാൻ ഷോർട്ട് ടൈം ട്രേഡർ ആണ്, പക്ഷേ ഞാൻ ലോങ് ടൈമിൻ്റെ പോയിന്റിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ നോക്കുന്നത്, ROC ആൻഡ് ROE വളരെ ക്രിട്ടിക്കലാണ്, എസ്പെഷ്യലി ROCE. നമ്മുടെ ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 7% ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നമ്മുടെ ബാങ്ക് ഇൻട്രസ്റ്റ് അറൗണ്ട് 7% ആണ്. 10% റിസ്ക്കും കൂടി ചേർക്കുമ്പോൾ 17% ആവും. മിനിമം ROCE 17% ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ കമ്പനി നോക്കാറുള്ളൂ. കാരണം നമ്മൾ റിസ്ക്കും കൂടെ ചേർക്കാതെ ഈ ROCE 7% 8% കമ്പനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കമ്പനിയെ സംബന്ധിച്ച് ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് ആണ് സേഫ് ശരിക്കും, അതല്ലേ സേഫ് ശരിക്കും നമ്മൾ നോക്കാൻ നേരത്തെ. ROCE ആണ് വളരെ ക്രിട്ടിക്കലാണ് നോക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ROCEയിൽ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ നോക്കണം. എങ്ങനെയാണ് ROCE കയറി വരുന്നത്? അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, നമുക്ക് ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ആവറേജ് കിട്ടും, 5 ഇയേഴ്സിൻ്റെ ആവറേജ് കിട്ടും. ഇതെല്ലാം സ്ക്രീനിലുള്ള കാര്യങ്ങളാണ്, നമ്മളൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. 3 ഇയേഴ്സ് ആവറേജ് 14,
കറണ്ട് 24 എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി ഹ്യൂജ് ഫീൽ ഗുഡ് ഫാക്ടറാണ് തരുന്നത്. അല്ല 5 ഇയർ ആവറേജ് 20 ആണ്, കറണ്ട് 18 എന്ന് പറയുമ്പം എവിടെ ഒരു ചെറിയ സ്ലൈറ്റ് ഡിപ്പ് വന്നു. ശരിക്കും എന്തുകൊണ്ടാണ് ഡിപ്പ് വന്നത്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഇതാണ് സെക്കൻഡ് പാർട്ട് നോക്കുന്നത്. മൂന്നാമത്തെ പാർട്ട് എല്ലാവരും പറയുന്ന കണക്ക് വാല്യുവേഷൻ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ക്വാളിറ്റി കമ്പനി, വിസിബിലിറ്റി ഉള്ള കമ്പനി ഒരിക്കലും കറണ്ട് വാല്യുവേഷൻ കിട്ടില്ല. ഒരു നോർമൽ വാല്യുവേഷൻ കിട്ടത്തില്ല. നെവർ കംസ് ചീപ്പ്. അതിന് അതിൻ്റെ ആയിട്ടുള്ള എപ്പോഴും ഒരു എക്സ്ട്രാ പാർട്ട് എപ്പോഴും കാണും. ശരിക്കും എക്സ്ട്രാ മോട്ട് എന്ന് പറയും നമുക്ക്. അവർ പ്രൊഡക്ഷൻ്റെ മോട്ടായിരിക്കാം, അവർ വേറെ ഏതെങ്കിലും മോട്ടായിരിക്കും കമ്പനിക്കുള്ളത്. ആ മോട്ടിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ വിൽ പേ ഫോർ സം ഹൈ പ്രൈസ് ടു ബൈ ദിസ് കമ്പനി. കറക്റ്റ്. ഇതാണ് മൂന്നാമത്തെ കാര്യം നോക്കുന്നത്. നാലാമത്തെ കാര്യം നോക്കുന്നത് ബുക്ക് വാല്യൂ. വളരെ ക്രിട്ടിക്കലാണ് ബുക്ക് വാല്യൂ. ശ്രദ്ധിക്കേണ്ട കാര്യം ബുക്ക് വാല്യൂ ROC കൂടുന്ന പോലെ തന്നെ ബുക്ക് വാല്യൂയിൽ ഗ്രോത്ത് കമ്പൽസറി ആയിട്ട് ഗ്രോത്ത് വന്നിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പാരിറ്റി വരത്തുള്ളൂ. ROC കൂടുന്നു, ബുക്ക് വാല്യൂ കുറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സം ഇഷ്യൂ സംവെയർ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ ബുക്ക് വാല്യൂ മസ്റ്റായിട്ട് നോക്കണം. അടുത്ത പോയിന്റ് നമ്മൾ നോക്കുന്നത് അറിയാം, കടം. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്നുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് വെച്ചാൽ ബേസിക്കലി അറിയാമല്ലോ, ദി ബെസ്റ്റ് ഫിഗർ എന്ന് വെച്ചാൽ 1 ആണ്. വെച്ചാൽ ഇക്വിറ്റിയുടെ തുല്യമായിട്ട് ഡെറ്റ് വരെ വരാം. പല കമ്പനികൾക്കും 1.2 1.3 ഒക്കെ വന്നേക്കാം. അതൊക്കെ നമുക്ക് വിത്തിൻ ലിമിറ്റിലാണ്. പക്ഷേ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 10 15 വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. മാനേജബിൾ ഡെപ്റ്റ് അല്ലേ? മാനേജബിൾ ഡെറ്റ് ഒരു പരിധി വരെ ഡെപ്റ്റ് ഒരു തെറ്റല്ല, ബട്ട് മാനേജബിൾ. ആ ഇക്വിറ്റിക്ക് കേറ്റർ ചെയ്യാൻ പറ്റണം ആ ഡെപ്റ്റ് അല്ലേ? ഡെറ്റ് നല്ലതാണ്. എങ്ങനത്തെ കേസിലാണെന്ന് അറിയാം, കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് റിട്ടേണിനെക്കാളും താഴെയാണെങ്കിൽ the return is 30%. Cost of debt 8% ആണ്. ദാറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. ഈ ഡെറ്റ് വെച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റും. സോ ഡെറ്റിന്റെ കോസ്റ്റൊക്കെ താഴെയാണ് റിട്ടേണെങ്കിൽ ഡെറ്റ് കമ്പനിയും കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ റിട്ടേണിനെ കുറിച്ച് മനസ്സിലാക്കണം. ഡെറ്റിന്റെ കോസ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടും. നമുക്കറിയാം, ഒരു ഐഡിയ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. എന്ത് ഡെറ്റാണ് വന്നിരിക്കുന്നത്? ഡെറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു ക്വാർട്ടർ റിസൾട്ട് നോക്കുവാണെങ്കിൽ ഒരു 10 ക്വാർട്ടർ റിസൾട്ട് നോക്കിയാൽ ഡെറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഡെറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബേസിക്കലി റിട്ടേൺ കൂടിക്കൊണ്ടിരിക്കുന്നു, റിട്ടേൺ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു പാരിറ്റി എടുക്കാൻ പറ്റും അതിൻ്റെ അകത്ത്. അല്ലെങ്കിൽ ലോങ് ടേം ഡെപ്റ്റ് ആണോ ഷോർട്ട് ടേം ഡെപ്റ്റ് ആണോ നമുക്ക് ഡിഫറൻസ് നമുക്ക് ബാലൻസ് നമ്മളെ സംബന്ധിച്ച് റീറ്റെയിലിനെ സംബന്ധിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ സ്ക്രീനിട്ട് കിട്ടും. നമുക്കൊരിക്കലും ഒരു ഹൈ ലെവലിലുള്ള അനാലിസിസ് നമുക്ക് സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ച് മിനിമം ലെവൽ മതി. പക്ഷെ മിനിമം ലെവലിൽ നമ്മൾ സിൻസിയർ ആയിരിക്കണം. അത് മാത്രമല്ല, ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് റെഡിലി അവൈലബിൾ. നമുക്ക് കാൽക്കുലേഷൻ ഇല്ല, നമ്മളെ സംബന്ധിച്ച് ഇന്റർപ്രിട്ടേഷൻ മാത്രമേ ഉള്ളൂ. വി ആർ അനലിസ്റ്റ്. നമ്മൾ ഒരിക്കലും ഇത് ഉണ്ടാക്കുന്നില്ല. ഇനി കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല. ശരിക്കും നമ്മളെ സംബന്ധിച്ച് അനലൈസ് ചെയ്തെടുക്കുക എന്നുള്ള സംഗതിയാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്. ഇതാണ് ക്രിട്ടിക്കൽ പാർട്ട്. അപ്പോൾ ഡെറ്റ് എങ്ങനെയാണ് കമ്പനി മാനേജ് ചെയ്യുന്നത്? ഡെറ്റിനേക്കാളും കൂടുതൽ 2 times 3 times ഒക്കെ റിട്ടേൺ ഉണ്ടെങ്കിൽ ഡെറ്റ് ഈസ് ഓൾവേസ് സപ്പോർട്ടീവ് ആണ്. ശരിക്കും യുഎസിലെ മെയിൻ ബില്യനേഴ്സ് ഒക്കെ ഡെറ്റിൽ നിന്നാണ് കോടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡെപ്റ്റ് റിട്ടേൺ കമ്പനീസിനാണ് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കുറയുക എന്നുള്ളതാണ്. വെരി വെരി ബിഗ് ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും. സോ ഡെറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ പാർട്ട്. ഡെറ്റ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് പ്ലെഡ്ജ് എന്തുമാത്രം പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ഇഷ്യൂ ആണ്. പ്രൊമോട്ടർ പ്ലെഡ്ജ് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. കാര്യം വെച്ചാൽ പ്രൊമോട്ടർ പ്ലെഡ്ജ് വിത്തൗട്ട് എനി എക്സ്പ്ലനേഷൻ, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പം പ്രൊമോട്ടർ പ്ലെഡ്ജ് ചെയ്യുന്നു. പ്രൊമോട്ടർ പ്ലെഡ്ജ് അത് 1000 കോടി എടുത്തു. ഈ 1000 കോടി പ്രൊമോട്ടർ 150 ഷോറൂം തുടക്കാനാണെന്ന് വെക്കുക. അതിൻ്റെ അത്ര ലോജിക്ക് ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? വാട്ട് ഈസ് റിട്ടേൺ? സോ ഫാർ മെയ്ഡ് ചെയ്ത റിട്ടേൺ എന്താണ്? ആ റിട്ടേണിനെക്കാളിലും താഴെയായിരിക്കണം കോസ്റ്റ് ഓഫ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ആ റിട്ടേണിന് മേളിൽ കോസ്റ്റ് ഓഫ് പ്ലെഡ്ജ് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തട്ടുകേട് കിട്ടുവാണെങ്കിൽ ദാറ്റ്സ് എ ബിഗ് ഇഷ്യൂ. ശരിക്കും അത് വലിയ ഒരു ഫാക്ടറാണ്. സാധാരണ നമുക്കൊരു 2-3% പ്ലെഡ്ജ്, ഒരു അപ് ടു 5% ഒക്കെ നോർമൽ കേസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില കേസിലൊക്കെ നമുക്ക് 25-30% ഒക്കെ മിനിമം പോകുന്ന കാണാൻ പറ്റും. പ്ലെഡ്ജ് ഇത്തരം പ്ലെഡ്ജ് പോയി കഴിഞ്ഞാൽ ഒരു സാധാരണ കമ്പനിയെ സംബന്ധിച്ച് മാനേജ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം റിട്ടേൺ എപ്പോഴും പ്ലെഡ്ജിനേക്കാൾ താഴെയായിരിക്കും. ഡെറ്റ് ഒരു സൈഡിലുണ്ട്, പ്ലെഡ്ജ് ഒരു സൈഡിലുണ്ടെന്ന് പറയുമ്പം വീട്ടിൽ കൊണ്ടുപോകാനായിട്ടൊന്നും കാണില്ല. ദാറ്റ് ഈസ് ദി ബിഗസ്റ്റ് ഇഷ്യൂ. ഇത്രയും ഭാവം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റൻസീവ് വാല്യൂ ഉണ്ട്, ഞാൻ എൻ്റെ കൂടുതലായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇത്രയും നോക്കിക്കഴിയുവാണെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് ക്വാർട്ടർലി അനാലിസിസിലേക്കാണ്. അവിടെ വളരെ ക്രിട്ടിക്കലായിട്ട് 3-4 കാര്യങ്ങൾ അവിടുന്ന് കിട്ടും. ആദ്യത്തെ കാര്യം എന്തുമാത്രം സൈക്ലിക്കലാണ് സ്റ്റോക്ക്. അപ്പം നമ്മൾ ഈ സ്ക്രീനിൻ്റെ ക്വാർട്ടർലി അനാലിസിസിൽ 13 ക്വാർട്ടർ റിസൾട്ടാണ് കിടക്കുന്നത്. 13 ക്വാർട്ടർ റിസൾട്ട്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് സൈക്ലിക്കാലിറ്റി എടുക്കാൻ പറ്റും. ഏത് സൈക്കിളിലാണ് സ്റ്റോക്ക് കയറുന്നത്, ഈ സൈക്കിളിന് സ്റ്റോക്ക് താഴ്ത്തത്. അതായത് ബേസിക്കലി കൃഷ്ണ പറയുന്നത് 3 ഇയേഴ്സിന്റെ ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് ഡെസിഫർ ചെയ്ത് എടുക്കാൻ പറ്റും. സൈക്ലിക്കൽ ആയിട്ടാണോ ഏർണിംഗ്സ് വരുന്നത്, ഏതെങ്കിലും ക്വാർട്ടറിൽ കൂടുതലാണോ, ഏതെങ്കിലും ക്വാർട്ടറിൽ കുറവാണോ അല്ലേ? അബ്സല്യൂട്ട്ലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയണ്ടേ, നമ്മൾ ഇൻ ജനറൽ നമ്മൾ നോക്കാൻ നേരത്ത് ചില കമ്പനികൾ, ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ കമ്പനി എപ്പോഴും അവരുടെ ബേസിക്കലി അവരുടെ ആ സ്റ്റോക്ക് കയറുന്ന ഒരു സമയമുണ്ട്.
ആ സ്റ്റോക്ക് ഇറങ്ങുന്ന ഒരു സമയമുണ്ട്. അത് കമ്പനിയുടെ കുഴപ്പം കൊണ്ടല്ല, ആ സൈക്കിളിലാണ് ഇത് വർക്ക് ആ ചെയ്യുന്നത്. സീസണലാണ്, ആ സീസണിലാണ് ഇത് നമ്മൾ ഈ സമ്മർ സീസണിലേക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് ആ സീസണിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഗോൾഡിൻ്റെ കമ്പനി എടുത്തോളൂ, സീസണിലാണ് ശരി. ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികളും എക്സെപ്റ്റ് ഫാമ, എക്സെപ്റ്റ് അല്ലെങ്കിൽ ഈ FMCG ഒക്കെ മാറ്റിയെടുത്താൽ ഒരുമാതിരിപ്പെട്ട കമ്പനികളൊക്കെ തന്നെ സൈക്ലിക്കിലാണ്. അപ്പോൾ ഏത് സൈക്കിളിലാണ് സ്റ്റോക്ക് കയറുന്നത്, ഏത് സൈക്കിളിൽ സ്റ്റോക്ക് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഏത് ലെവലിൽ വേണം ബൈ ടൈം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഹയസ്റ്റ് പോയിന്റ് കയറുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ടാ, നമ്മൾ വിൽക്കുക ചെയ്യേണ്ടത്. ഏറ്റവും താഴെ വരുമ്പം സൈക്കിൾ മനസ്സിലാക്കിയാൽ നമുക്ക് ബെസ്റ്റ് ബൈ എടുക്കാൻ പറ്റും. അതാണ് ശരിക്കും വേണ്ടത്. ആൾക്കാർ സാറിന് ചെയ്യുന്നത് എന്താ, സ്റ്റോക്ക് ഹയസ്റ്റ് സൈക്കിൾ നിൽക്കുന്ന സമയത്ത് മേടിക്കുകയാണ് ചെയ്യുന്നത്. മേടിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, സൈക്കിൾ വിൽക്കാകുമ്പം ആൾക്കാർ വിൽക്കാൻ നോക്കും. അങ്ങനെയാണ് ആൾക്കാർ നഷ്ടം വരുന്നൊരു കാര്യം. രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. സൈക്കിളിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്ന് വെച്ചാൽ H1 വേഴ്സസ് H2. H1 മീൻസ് ആദ്യത്തെ 6 മാസം, H2 വേഴ്സസ് രണ്ടാമത്തെ 6 മാസം. ദാറ്റ് ഈസ് ഏപ്രിൽ ടു ഡിസംബർ ആൻഡ് ജാനുവരി ടു അല്ലേ? കാരണം Q1 ആൻഡ് Q2 ആണ് H2 വരുന്നത്, Q3 ആൻഡ് Q4 ആണ് H4 വരുന്നത്. ഓക്കെ. മിക്ക കമ്പനികളും ചിലപ്പോൾ ഒന്നിലെ H1 പെർഫോം ചെയ്യുന്ന കമ്പനി കാണും, അല്ലെങ്കിൽ H2 പെർഫോം ചെയ്യുന്ന കമ്പനി കാണും. ഇപ്പോൾ ട്രാൻസ്ഫോമർ കമ്പനിയൊക്കെ നമ്മൾ എടുത്താൽ ബേസിക്കലി H2 പെർഫോമൻസ് ആണ് അവരെ സംബന്ധിച്ച് സെക്കൻഡ് ഹാഫ് ആണ്. ഇതിൻ്റെ അകത്തും നമുക്ക് സൈക്ലിക്കാലിറ്റി കിട്ടും. ഏത് ഫസ്റ്റ് ഹാഫിലാണോ സെക്കൻഡ് ഹാഫിലാണോ പറിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും ശരിക്കും. ഇത് രണ്ടും നമ്മുടെ സ്റ്റോക്ക് പിക്കിനെ സീരിയസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട മോസ്റ്റ് ക്രിട്ടിക്കൽ പാർട്ടെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് എപ്പോഴും കമ്പനിയെ സംബന്ധിച്ച് റവന്യൂവിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം എക്സ്പെൻസ് കഴിവതും കുറയാൻ സാധിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം ഇത് രണ്ടും ചെയ്തുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ പ്ലസ് ഉണ്ടായിരിക്കണം, ആൻഡ് OPM എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. എങ്ങനത്തെ കേസിൽ എക്സ്പാൻഷൻ പറയുന്നത്, കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ, കമ്പയർഡ് ടു കഴിഞ്ഞ ക്വാർട്ടർ, കമ്പയർഡ് ടു H1, കമ്പയർഡ് ടു H2, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇത് രണ്ടും സപ്പോർട്ടീവ് ആണെങ്കിൽ നമ്മൾ നേരെ ആ റിപ്പോർട്ടിൽ കൂടെ താഴെ പോയാൽ നമുക്ക് ഫൈനൽ EPS കിട്ടും. ഞാൻ എപ്പോഴും EPS നോക്കുന്നതിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എല്ലാവരും അങ്ങനെ നോക്കാറില്ല, ഞാൻ കഴിവതും ഇതിൻ്റെ വർക്കൗട്ടിൽ ഞാൻ അതരംഗം മാറ്റി വയ്ക്കും. ഓക്കെ. അതരംഗം ഞാൻ എടുക്കാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ 100 EPS ഉണ്ടെന്ന് വയ്ക്കുക. അതായത് ഓപ്പറേറ്റിംഗ് ഇൻകം മാത്രമേ എടുക്കുള്ളൂ. ഇപ്പോൾ അതരംഗം എന്ന് വെച്ചാൽ ഒരു കമ്പനി കുറച്ച് സ്ഥലം വിറ്റ് കാശ് വന്നാലും അതരംഗമാണ്. അതായത് വൺ ടൈം അതരംഗം കൊണ്ട് EPS കൂടുന്ന പോയിന്റ് ഞാൻ നോക്കാറില്ല. ഓക്കെ. എനിക്ക് EPS കൂടുന്നത് ഇറ്റ് മസ്റ്റ് ബി ഫ്രം ദി ബിസിനസ് ആയിരിക്കണം. അവിടെയാണ് ശരിക്കും സ്ട്രെങ്ത് ഉള്ളത്. ബിസിനസ്സിൽ EPS കുറഞ്ഞു, കമ്പനി കുറച്ച് സ്ഥലം വിറ്റ് കോടികൾ വന്ന് അത് രണ്ടും കൂടെ ചേർത്തിട്ട് EPS വരുന്നതിനെക്കാളും ഐ ആൾവേസ് പ്രിഫർ ദി അതർ വൺ. ഏതാ ബിസിനസ്സിൻ്റെ പോയിന്റിലുള്ള EPS ഗ്രോത്ത് ആണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. ആൻഡ് വി വിൽ കമ്പയർ ദി EPS ഗ്രോത്ത് റേറ്റ്. ബേസിക്കലി EPS ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് PE സപ്പോർട്ട് ചെയ്യുന്നത്, അവിടെയാണ് നമ്മൾ P വാല്യുവേഷൻ നോക്കുന്നത്. ഈ ഗ്രോത്ത് റേറ്റും പിയുടെ വാല്യുവേഷനുമായിട്ട് എന്തെങ്കിലും ബന്ധം വരുന്നുണ്ടോ, ഇറ്റ്സ് ഇറ്റ് സപ്പോർട്ടീവ്. അവിടെയാണ് നമ്മൾ കമ്പനിയുടെ ഒരു സെലക്ഷൻ്റെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്, നമ്മൾ പോകുന്നത് ബേസിക്കലി P&L അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ. P&L അക്കൗണ്ട് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഗ്രോത്ത്, ലേറ്റസ്റ്റ് ആയിട്ട് ലെവൽ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് എന്താ പറയണ്ടേ, ലാസ്റ്റ് ഫോർ ക്വാർട്ടറിലെ ടോട്ടൽ ഫിഗർ എന്ന് പറയുന്നത് ബെസ്റ്റ് ആണ്. ഓക്കെ. അത് ഇൻക്ലൂഡിങ് Q1 ചേർത്തുള്ളതാകാം, Q2 ചേർത്തുള്ളതാകാം, Q3 ചേർത്തുള്ളതാകാം, Q4 ചേർത്തുള്ളതാകാം. ലാസ്റ്റ് ഫോർ ക്വാർട്ടറിലെ ഫിഗർ ഏറ്റവും ഓൾ ടൈം ബെസ്റ്റ് ആണ്. ദാറ്റ്സ് എ പോയിന്റ് ഐ മെയിൻലി ലുക്ക് ഫോർ ആക്ച്വലി. ഇത്രയും നോക്കിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഈ പാട്ടെല്ലാം കറക്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ പാട്ടിലേക്ക് പോകാനായിട്ടുള്ള കൺവിക്ഷൻ വരത്തുള്ളൂ. ദിസ് ഈസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ പാർട്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഒരു ബാലൻസ് ഷീറ്റിലേക്കാണ്. ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുന്നത് ഇക്വിറ്റി ഡൈല്യൂഷൻ വരാനേ പാടില്ല. ഓക്കെ. ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യുന്ന കമ്പനീസ് നെഗറ്റീവ് ആണെന്നാണ് കൃഷ്ണ. മേ ബി ചെറിയ ഡൈല്യൂഷൻ വരാം, മേ ബി നെഗ്ലിജിബിൾ ഡൈല്യൂഷൻ വരാം. വലിയ ഡൈല്യൂഷൻ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ബേസിക്കലി പ്രൊമോട്ടറിൻ്റെ ഒരു ഹോൾഡാണ് കുറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഡൈല്യൂഷൻ വരുമ്പോൾ അടുത്ത സംഭവിക്കുന്നത് ബേസിക്കലി ഡിവിഡൻസ് എല്ലാം പല ആൾക്കാരും കൊണ്ടുപോകും. കമ്പനിക്ക് ഡിവിഡൻസ് പല ആൾക്കാർ കൊണ്ടുപോകും. ഡിവിഡൻസ് പോകുമ്പം അത് നാച്ചുറലി ക്യാഷ് ഫ്ലോയും ബാധിക്കാനുള്ള കാര്യമുണ്ട്. നാച്ചുറലി കമ്പനിക്ക് ക്യാഷ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന ചാൻസസിനെ വീക്കൻ ചെയ്യുന്ന സംഗതിയാണ് ഡൈല്യൂഷൻ വരുമ്പോൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ മെയ് ജൂൺ ജൂലൈ മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ടേഴ്സ് ഡൈല്യൂട്ട് ചെയ്ത സമയമായിരുന്നു ഈ കഴിഞ്ഞ മെയ് ജൂൺ ജൂലൈ എന്ന് പറഞ്ഞാൽ. കാര്യം പ്രൊമോട്ടേഴ്സൊക്കെ അറിയാമായിരുന്നു ഹൈസ്റ്റ് ലെവലിലെത്തി ഇനിയിപ്പോൾ തിരിച്ച് താഴെ മേടിക്കാമെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ ഏതെല്ലാം പ്രൊമോട്ടർ തിരിച്ച് മേടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റ്. അങ്ങനെ തിരിച്ച് മേടിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, പ്രൊമോട്ടറിന് ഈ കമ്പനിയുള്ള വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ഇനിയാണ് പ്രൊമോട്ടറിൻ്റെ ബൈയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് ഏകദേശം ആ ലെവലിലൊക്കെ ഒരു പക്ഷേ ഈ താരിഫ് ഇഷ്യൂ എല്ലാം അടുത്ത് സെറ്റിലായതിനു ശേഷം പ്രൊമോട്ടേഴ്സ് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനോടൊപ്പം തന്നെ ഭാഷയിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബോറോയിൻസ് എന്ന് പറയുന്നത്, നമ്മൾ ജനറലി അതിൻ്റെ അകത്ത് അസറ്റ്സും ഉണ്ട് ബോറോയിൻസും ഉണ്ട്.
അതിൻ്റെ അകത്ത് നമ്മുടെ ക്യാഷ് സൈസ്, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ബോറോയിൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, നമ്മുടെ അസറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു ഫാക്ടറാണ്. ബോറോയിൻസ് എപ്പോഴും സാധാരണ കേസിൽ അസറ്റ്സിനെക്കാട്ടിലും എപ്പോഴും ഒരു പകുതിയുടെ താഴെയാണെങ്കിൽ ദാറ്റ്സ് അഡീഷണൽ കൺഫർമേഷൻ നമ്മളെ സംബന്ധിച്ചു. അഞ്ചാമത്തെ കാര്യം, നെക്സ്റ്റ് പോയിന്റ് വളരെ ക്രിട്ടിക്കലാണ്. ഏറ്റവും കൂടുതൽ പ്രൊമോട്ടേഴ്സ് സൈഫൺ ചെയ്യുന്നൊരു പോയിൻ്റാണ് CWIP, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് പ്രൊമോട്ടേഴ്സ് വേണമെങ്കിലും മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റിയ സംഗതി. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ഒരു 100 സെൻറ്റ് സ്ഥലം മേടിച്ച് അത് ഡോക്യുമെൻറ്റ്സ് 15 ലക്ഷമോ 20 ലാക്സോ കാണിക്കാൻ പറ്റിയ, ബാക്കി ഡിഫറൻസ് they can manipulate. CWIP നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. കാരണം CWIP നീഡഡ് ആണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. CWIP നീഡഡ് ആകണമെങ്കിൽ എന്താ വേണ്ടത്? മെഷീൻ ട്രെയിനിങ് 100% മേളിൽ പോകണം. മെഷീൻ ട്രെയിനിങ് 100% മേളിൽ പോകുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കമ്പനിയുടെ ബേസിക്കലി എല്ലാ കമ്പനികളും ഒരുമാതിരി സ്മോൾ ക്യാപ് കമ്പനിയൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് അവർ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വയ്ക്കും. ഇൻവെസ്റ്റേഴ്സ് മീറ്റിലാണ് മെഷീൻ റണ്ണിങ്ങിൻ്റെ ആ പ്രസൻറ്റിനെ കുറിച്ച് അവരൊരു ഒരു ഡീറ്റെയിൽ ചെയ്യുന്നത്. ആ ഡീറ്റെയിൽ നമുക്ക് കൺവിൻസിങ് ആണെങ്കിൽ, അതിനോടൊപ്പം തന്നെ റവന്യൂവിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ, കൺവിൻസ് ആയിട്ട് മാത്രം കാര്യമില്ല, റവന്യൂ ഗ്രോത്ത് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ, മാനേജ്മെൻറ്റ് ഗൈഡൻസ് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യെസ് ദേ നീഡ് അനദർ ഫാക്ടറി. കാരണം അവരുടെ മെഷീൻ റൺ കഴിഞ്ഞു, അവർക്ക് അടുത്ത ഫാക്ടറിയിൽ പോകണം. ആ രീതി നമ്മൾ ക്ലബ് ചെയ്യാൻ നമുക്കൊരു CWIP കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമുക്കൊരു ഐഡിയ കിട്ടും. ശരിക്കും അത് നീഡഡ് ആണെന്നൊരു ഐഡിയ കിട്ടും. അവിടെ നിന്നാണ് CWIP കറക്റ്റ് നമുക്ക് നീഡഡ് ആണെന്നൊരു ഐഡിയ കിട്ടുന്നതും അതിൻ്റെ പുറത്ത് നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതും. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ക്രിട്ടിക്കൽ ഫാക്ടർ, ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊമോട്ടർ കഴിഞ്ഞാൽ പറയേണ്ട കാര്യമാണ്, അത് ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ ആണ്. കാശ് കിട്ടിയാൽ മാത്രമേ ഏത് കമ്പനിക്ക് നിലനിൽക്കാൻ സാധിക്കൂ. ക്യാഷ് ഫ്ലോ ഇസ് എ കിങ്. ക്യാഷ് ഫ്ലോ ഇസ് എ കിങ്. ക്യാഷ് ഇസ് എ കിങ്. ക്യാഷിൽ പിന്നെ ഒരു കമ്പനിക്ക് എന്തെല്ലാം കിട്ടിയിട്ട് വെറും ബുക്സിൽ മാത്രമേ ഉള്ളൂ. എസ്പെഷ്യലി ഫ്രീ ക്യാഷ് ഫ്ലോ. ഫ്രീ വാട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കിട്ടിയാൽ മതി. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇന്ന് നമ്മൾ ബേസിക്കലി ആയിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് അക്വിസിഷനൊക്കെ മാറ്റിയിട്ടാണ് ഫ്രീ ക്യാഷ് ഫ്ലോ നമ്മൾ എത്തുന്നത്. എനിവേ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയുടെ സ്ട്രെങ്ത് ആണ് കമ്പനിയുടെ മുന്നോട്ട് നയിക്കുന്ന കാര്യം. നമ്മൾ 30 ഡേയ്സ് ജോലി ചെയ്തു, 31st ഡേറ്റ് നമുക്ക് സാലറി ഇല്ല, പിന്നെ എന്ത് കാര്യം 30 ഡേയ്സ് ജോലി ചെയ്തിട്ട്? ക്യാഷ് ഫ്ലോ ഇസ് കിങ് ആണ് ശരിക്കും. അത് സൂരജ് പറഞ്ഞ റൈറ്റ് വേർഡാണ്. ഇറ്റ് ഈസ് എ കിങ്. ക്യാഷ് ഫ്ലോയ്ക്ക് ഞാൻ സാറിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാറിന് മണി കൺട്രോളിൽ പ്രോ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. മണി കൺട്രോൾ പ്രോ. ഞാനൊരു സംശയം ചോദിക്കട്ടെ കൃഷ്ണ, ഈ സ്ക്രീനർ നമ്മളിപ്പോൾ ഇതിനകത്ത് നിന്ന് ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത്, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്ക്രീനർ എന്ന് പറയുന്ന സൈറ്റിൽ തന്നെ കൃഷ്ണകുമാർ പറഞ്ഞു ഇപ്പോൾ എല്ലാ പാരാമീറ്റേഴ്സും ഇൻവോൾവ് ആണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ. ഒന്നാമത്തെ കാര്യം, അവിടെ തന്നെ ഈ ക്യാഷ് ഫ്ലോ മെൻഷൻ ചെയ്യുന്നില്ലേ? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയും ഫ്രീ ക്യാഷ് ഫ്ലോയും സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നില്ല. സ്ക്രീനിൽ പല കേസിലും മിസ്സാക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് ആ ഭാഗം വരുമ്പോൾ നിങ്ങൾ മണി കൺട്രോൾ പ്രോയിലേക്ക് പോകാനാണ് നല്ലത്. രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ തന്നെ നമുക്ക് ഈ ക്വാർട്ടർ റിസൾട്ടിന് താഴെ അറ്റാച്ച്മെന്റ് ഉണ്ട്, PDF അറ്റാച്ച്മെന്റ് ഉണ്ട്. അതോടെ നമുക്ക് കമ്പനി ബാലൻസ് ഷീറ്റ് പോകാൻ പറ്റും. ഷെഡ്യൂൾ അല്ല, കമ്പനി NSEക്ക് കൊടുക്കുന്ന ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. ബാലൻസ് ഷീറ്റ് ഉണ്ട്, റിസൾട്ട് പേജ് ഉണ്ട്, ക്യാഷ് ഫ്ലോ പേജ് ഉണ്ട്. കമ്പനി സാറിന് ക്യാഷ് ഫ്ലോ കൊടുക്കുന്നത് വൺസ് ഇൻ ഒരു കൊല്ലം 2 പ്രാവശ്യം. ഒന്ന് ആനുവൽ റിസൾട്ടിന് കൊടുത്തില്ല, മാർച്ച് റിസൾട്ട് കൊടുത്തില്ല, പിന്നെ Q2 റിസൾട്ടിന് കൊടുത്തില്ല. അപ്പോൾ സാധാരണ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നിലും ഞാൻ ഈ ഒരു പേജ് പോകും, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് അനലൈസ് ചെയ്യാനായിട്ട് മണി കൺട്രോൾ പ്രോ എന്നൊരു കാറ്റഗറിയാണ്. പ്രോയിൽ ഓപ്പൺ ചെയ്യാൻ നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യേണ്ട കാര്യമുണ്ട്. സിമ്പിളാണ് ഇതൊക്കെ പറയുന്നത്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കടാകടയും കാര്യമൊന്നുമില്ല. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഫിനാൻഷ്യൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഫിനാൻഷ്യൽ പോയാൽ ഫിനാൻഷ്യൽ നമുക്ക് ഫിനാൻഷ്യലിന് ക്വാർട്ടർലി ഉണ്ട്, ഹാഫ് ഇയർലി ഉണ്ട്, ആനുവൽ ഉണ്ട്. ആനുവൽ എടുക്കുക. ആനുവൽ എടുത്തിട്ട് കഴിഞ്ഞ 5 ഇയേഴ്സിലെ ക്യാഷ് ഫ്ലോ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഞാൻ സാറിന് 2 രീതി നോക്കാറുണ്ട്. 5 ഇയേഴ്സിലെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് കമ്പനിയുടെ 5 ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് കമ്പയർ ചെയ്യുമ്പം, ഇഫ് ഇറ്റ് ഈസ് നിയർ ദി നെറ്റ് പ്രോഫിറ്റ് ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഓക്കെ. അല്ലെങ്കിൽ 5 വരെ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എടുക്കുക, ക്യുമുലേറ്റീവ് എബിറ്റ എടുക്കുക. ക്യുമുലേറ്റീവ് എബിറ്റയുടെ 70% ക്യാഷ് ഫ്ലോ അതിന് മേളിൽ വന്നിട്ടുണ്ട്, ദാറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. അല്ല അതിന് താഴെയാണെങ്കിൽ ദർ ഇസ് ആൻ ഇഷ്യൂ, 100% ദർ ഇസ് ആൻ ഇഷ്യൂ. ഒരു കൊല്ലം ക്യാഷ് ഫ്ലോ ഒക്കെ വീക്ക് ആകാം, നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. നെഗറ്റീവ് ആകാം, ഒരു സംശയം വേണ്ട. പക്ഷേ 5 ഇയേഴ്സിൽ എടുക്കുന്നതൊക്കെ ക്ലാരിറ്റി ഇട്ടു അതിനകത്ത്. കമ്പനികൾ എന്താ ചെയ്യുന്നത്, ചില ബേസിക്കലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന കമ്പനികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കമ്പനി ഇപ്പോൾ കമ്പനി കമ്പനി മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കമ്പനി ഒരു മാർച്ച് മാസം 20-ാം തീയതി ബില്ല് ചെയ്തു. അവർ 30% ചെക്ക് മേടിക്കും, ചെക്ക് അക്കൗണ്ട് ചെയ്യും, ചെക്ക് ബാങ്കിൽ പോയി പൊട്ടും. ചെക്ക് പൊട്ടി കഴിയുമ്പോൾ അടുത്ത കൊല്ലം വരത്തുള്ളൂ, ഈ കൊല്ലം വരില്ല. ഇക്കൊല്ലം ക്യാഷ് വന്നത് കാണിക്കുന്നത്. ഇതെല്ലാം ഈ രീതിയിലുള്ള എല്ലാ മാനിപ്പുലേഷനും ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്യാഷ് ഫ്ലോ അനാലിസിസ് കൂടെ. ക്യാഷ് ഫ്ലോ ഇസ് ക്രിട്ടിക്കലാണ്. ക്യാഷ് ഇല്ലെങ്കിൽ കമ്പനി മേടിക്കുന്ന ഒരു കാര്യമില്ല. കാരണം ആ കമ്പനി ക്യാഷ് വരാത്തൊരു കമ്പനിയെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് അത് ബിഗസ്റ്റ് റിസ്ക് ഫാക്ടറാണ്. ക്യാഷ് ഫ്ലോ ഈസ് അൾട്ടിമേറ്റ് ആണ്. ശരിക്കും പ്രൊമോട്ടറിന് എന്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, സെയിം ഇമ്പോർട്ടൻസ് ആണ് ക്യാഷ് ഫ്ലോയ്ക്ക് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ ഒരു കമ്പനി സെലക്ഷൻ.
അവൻ ക്യാഷ് ഫ്ലോയുടെ കഴിയുമ്പം പിന്നെ നമ്മൾ നോക്കുന്നത് ബേസിക്കലി 2 കാര്യങ്ങളാണ്. അന്ന് ഓർഡർ ഇൻ ഹാൻഡ്. എന്തുമാത്രം ഓർഡർ ഇപ്പോൾ സൂരജ് നമ്മുടെ പല പേഴ്സണൽ ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ട്, പല കമ്പനികളും ഓർഡർ കാണിച്ചിട്ട് ക്യാൻസൽ ചെയ്ത് കളയാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നാച്ചുറലി സംഭവിക്കുന്ന കാര്യം, ഒരു സംശയം വേണ്ട. നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ കമ്പനികൾക്കും മെയിൻ ക്ലയൻസ് ഉണ്ട് ശരിക്കും. ഈ ക്ലയൻസിൻ്റെ കമ്പനി സാറിന് മാറ്റാറില്ല ബിക്കോസ് ഓഫ് റിലേഷൻ. ആക്ച്വലി സെയിം ക്ലയൻറ്റിനാണ് ഓർഡർ കൊടുക്കുന്നതെങ്കിൽ പരിധി നമുക്ക് ആ ഓർഡറിനെ വിശ്വസിക്കാൻ സാധിക്കും. സെയിം ക്ലയൻറ്റിനാണ് ഓർഡർ കിട്ടുന്നത്. ഈ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ആ ക്ലയൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി, നമ്മളെ ക്ലയൻറ്റ് സാറിൻ്റെ കമ്പനികൾ അവരുടെ പ്രസൻറ്റേഷനിൽ ക്ലയൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കൊടുക്കും. ആ ക്ലയൻസിൻ്റെ പേര് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഫീൽ ചെയ്യും. അങ്ങനത്തെ ക്ലയൻസ് ആണ് ഓർഡർ കൊടുക്കുന്നതെങ്കിൽ ഒരു പരിധി നമുക്ക് ഓർഡേഴ്സിന് വിശ്വസിക്കാൻ പറ്റും. സാധാരണ ഓർഡറിന് കൂട്ടത്തിൽ എക്സിക്യൂഷൻ ടൈമും കൂടെ കൊടുക്കാറുണ്ട്. 6 months 12 months വാട്ട് എവർ ഇറ്റ് ഈസ്. ഈ ടൈമും കൂടെ കൊടുക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, യെസ് ഇത് ശരിയാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ പോകുന്നത്. ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിലാണ് ബേസിക്കലി മ്യൂച്വൽ ഫണ്ട് കമ്പനികളും വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഇവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, കമ്പനിയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇൻവെസ്റ്റർ പ്രസന്റേഷനും സ്ക്രീനറിൽ തന്നെ ഉണ്ട് അല്ലേ? ഇല്ല, സ്ക്രീനറിൽ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ വരാൻ സാധ്യതയില്ല. സാറിന് ഇൻവെസ്റ്റർ പ്രസന്റേഷൻ NSEയിൽ ആഫ്റ്റർ 3 days 4 days കഴിഞ്ഞിട്ട് കമ്പനികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം കമ്പനി റിസൾട്ട് ഡിക്ലെയർ ചെയ്യും. ഞാൻ സ്മോൾ ക്യാപ്പിനെ കുറിച്ച് പറയുന്നത് ബിക്കോസ് ഐ എം കംപ്ലീറ്റ് 100% സ്മോൾ ക്യാപ് ട്രേഡർ ആണ്. ഇവർ റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ട് വിത്തിൻ 1 or 2 days ഇവർ NSEക്ക് മെയിൽ ചെയ്യും, ഇന്ന ദിവസം ഞങ്ങളുടെ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ ആണ്. അവർ അതിൻ്റെ ഇൻറ്റിമേറ്റ് ചെയ്യും, ബോർഡ് നമ്പർ എല്ലാം കൊടുക്കും, നമുക്കും പങ്കെടുക്കാൻ പറ്റും. ഈ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് അവർ കംപ്ലീറ്റ് അതിൻ്റെ റെക്കോർഡിങ്സും അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റും കൂടെ അവർ വീണ്ടും NSEക്ക് മെയിൽ ചെയ്ത് കൊടുക്കും. ഈ ട്രാൻസ്ക്രിപ്റ്റ് സാധാരണ ഒരു 18 to 24 pages കാണും. നമ്മൾ കംപ്ലീറ്റ് ഇത് വായിക്കണം. ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും. നമ്മൾ കമ്പനി എടുക്കാൻ തീരുമാനിച്ചാൽ കംപ്ലീറ്റ് ക്വസ്റ്റൻ ആൻസർ ആണ്. കാര്യം മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ആൾക്കാരാണെങ്കിലും മെയിൻ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ അവർ അറ്റ്ലീസ്റ്റ് ഫോർ ലാസ്റ്റ് 1 year മുതലുള്ള കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ അന്ന് കമ്മിറ്റിയിൽ അത് എന്ത് ചെയ്തു, നിങ്ങൾ ആ രീതി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ രീതി വന്നല്ലോ, എന്താണ് കാര്യം. അവർ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ അവർ കഴിഞ്ഞ ഒരു 1 yearലെ പെർഫോമൻസിനെ ടോട്ടലായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അതിനൊക്കെ ലോജിക്കൽ ആൻസറാണ് കൊടുക്കുന്നെങ്കിൽ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്സ് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 90% കമ്മിറ്റഡ് ആണ് ഒരു ചെയ്തെങ്കിൽ ദാറ്റ്സ് എ വെരി പ്ലസ് പോയിൻ്റ് ആണ് ശരിക്കും. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു കമ്പനി, അതിനോട് ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല, അവരുടെ മാനേജ്മെൻറ്റ് ഗൈഡൻസ് അവർ 25% നിന്ന് 30% ആക്കി. 30% ആക്കിയപ്പോൾ ഈ കമ്പനിയുടെ പ്രൈസ് സംതിങ് അറൗണ്ട് 1600 ആണ്. 25% 30% ആക്കിയപ്പോൾ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു ബിക്കോസ് ഞങ്ങൾക്ക് ഇത്രയും ഓർഡർ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഗൈഡൻസ് കൂട്ടാൻ കാര്യം. 35% ആക്കി അവർ. അത് കഴിഞ്ഞിട്ട് വിത്തിൻ നെക്സ്റ്റ് 30-35 ആക്കി. അപ്പോൾ 1600 കമ്പനി ആ പ്രൈസ് 2800 രൂപയിലെത്തി. 1600 രൂപ കയറി അവർ പീരീഡ് ഓഫ് 4 months. ഈ ഗൈഡൻസിൽ മാത്രം, ഗൈഡൻസ് പോയിന്റ് മാത്രം. ഇപ്പോൾ അവർ ഗൈഡൻസ് വി ആർ എക്സ്പെക്ടിങ് ഗൈഡൻസ് ഓഫ് 40% ആക്ച്വലി. അവർ 30% ആക്കിയപ്പോൾ കമ്പനി പറഞ്ഞത് ഒരു പക്ഷേ ഈ ഗൈഡൻസ് ഇവിടെ നിൽക്കില്ല, ഞങ്ങൾക്ക് ഇനിയും കൂടെ ഗ്രോത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ റിസൾട്ട് വരാൻ പോവാണ് കമ്പനിയുടെ. ദിസ് മേ ടച്ച് 40 മേളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാച്ചുറലി പ്രൈസ് അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഏത് മാർക്കറ്റ് ഫാളിലും ഈ കഴിഞ്ഞ 4 മാസം 5 മാസത്തിൽ ഈ കമ്പനി താന്നു പോയില്ല. ഈ കമ്പനി റേഞ്ച് ബോണ്ടായിട്ട് കിടന്നു. മാർക്കറ്റ് താഴെ പോകുമ്പോൾ റേഞ്ച് ബോണ്ടാവും, മാർക്കറ്റ് കയറുമ്പോൾ വീണ്ടും കയറും, മാർക്കറ്റ് താഴെ പോകുമ്പോൾ വീണ്ടും റേഞ്ച് ആവും, മാർക്കറ്റ് കയറുമ്പോൾ വീണ്ടും ഇത് കയറും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കമ്പനി കഴിഞ്ഞ 4 മാസം 5 മാസത്തിൽ മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു സീസണൽ ബിസിനസ് ആയിരുന്നു. സോഫാർ സീസണലായിട്ട് നമുക്ക് കാണാൻ പറ്റി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് കമ്പനിക്ക് വന്നത്. കാരണം ബേസിക്കലി ഇവർ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ ഒരു പ്രോക്സിയാണ്. ആ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് വാസ് ഫിനോമിനൽ. സോ നാച്ചുറലി ഇവരുടെ ഗ്രോത്ത് ഫിനോമിനലാണ്. ഇതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് നോക്കുന്ന ഒരു കാര്യം ബേസിക്കലി നമ്മൾ ഈ 20 pages സാധാരണ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയിലാണ് ഈ കോൺ കോൾ ട്രാൻസ്ക്രിപ്റ്റ് സാധാരണ ഒരു 30-40 days ഈ ടൈമിൽ റിസൾട്ട് ടൈമിൽ ഞാൻ സാറിന് മിഡ് നൈറ്റ് വരെ ഇരിക്കും ഇത് കംപ്ലീറ്റ് വായിച്ചു വെക്കാനായിട്ട്. ഇത് വായിച്ചു നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തത്തുള്ളൂ. ശരിക്കും ഫൈനൽ സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് റിപ്പോർട്ട്സ് ആണ്. ക്രെഡിറ്റ് റിപ്പോർട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തെല്ലാം വായിച്ചെന്നോ എന്തെല്ലാം ഇത് അനലൈസ് ചെയ്തോ അതിൻ്റെ സമ്മറൈസ്ഡ് ആണ് ക്രെഡിറ്റ് റിപ്പോർട്ട്. ക്രിസിലിൻ്റെ കാണും, പല ആൾക്കാർ കെയറിൻ്റെ ഉണ്ടാവും, ക്രിസിലിൻ്റെ പല ആൾക്കാരുടെ റിപ്പോർട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് എന്തെങ്കിലും ബേസിക്കലി അപ്ഗ്രഡേഷൻ വന്നിട്ടുണ്ടോ. അവർ AA- നിന്ന് AAA ആയോ, അല്ലെങ്കിൽ BB അവർ A+ വന്നോ, എന്തെങ്കിലും അപ്ഗ്രഡേഷൻ. ബേസിക്കലി ഈ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ക്വാളിറ്റിയാണ് എൻഹാൻസ് ചെയ്യുന്നത്. ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റ് മാത്രമേ ഈ അപ്ഗ്രേഡേഷൻ സംഭവിക്കത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം നോക്കുന്നത്. അത് വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ താഴെ എത്തുമ്പം ലിക്വിഡിറ്റി പോർഷൻ എന്ന് പറയുന്ന ഹെഡിങ് ഉണ്ട്. ലിക്വിഡിറ്റി പോർഷൻ അത് സുപ്പീരിയർ ആകാം, സ്ട്രോങ് ആകാം, മീഡിയം ആകാം, വീക്ക് ആകാം. അപ്പോൾ സ്ട്രോങ് കമ്പനിക്കെല്ലാം സുപ്പീരിയർ ആണ് ശരിക്കും, അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കും, വെരി സ്ട്രോങ് ആയിരിക്കും. ഇതാണ് നമ്മൾ രണ്ടാമത് നോക്കുന്ന കാര്യം. തൊട്ട് താഴെ പോലെ നമ്മൾ നോക്കുന്ന കാര്യം മൂന്നാമത്തെ കാര്യം എന്താ, കഴിഞ്ഞ 3 കൊല്ലത്തിനുള്ളിൽ എത്ര അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട് കമ്പനിക്ക്. കഴിഞ്ഞ 3 yearsനുള്ളിൽ ചില കമ്പനികൾക്ക് 3 അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. കഴിഞ്ഞ 3 yearsനുള്ളിൽ BBB നിന്ന് തുടങ്ങി BBയിലെത്തി,
അതിനുശേഷം എന്താ പറയണ്ടേ, AA മൈനസിലെത്തി, AAA ഇങ്ങനെയൊക്കെയുള്ള അപ്ഗ്രേഡേഷൻ തീർച്ചയായും വരാനുള്ള സാധ്യതകൾ കമ്പനികൾക്കുണ്ട്. പല കമ്പനികൾക്കും ശരിക്കും പറഞ്ഞാൽ 3 കൊല്ലത്തിനും 3 പ്രാവശ്യം വന്ന കമ്പനികൾ ഇന്നത്തെ മാർക്കറ്റിലുണ്ട്. ഇതെല്ലാം നമ്മുടെ കൺവിക്ഷനെ കൂട്ടുന്ന കാര്യങ്ങളാണ്. കൃഷ്ണ, ഈ ക്രിസിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ കെയർ റിപ്പോർട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് സാധാരണക്കാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള 2 സൈറ്റുകളാണ്. ഒന്ന് screener.in, പിന്നെ ഒന്ന് moneycontrol.com. മണി കൺട്രോളിന്റെ പ്രോ വെർഷൻ, പ്രൊഫഷണൽ വെർഷനിലാണ് കൂടുതൽ ഇൻഫർമേഷൻ. പിന്നെ നമുക്ക് നോക്കാന്നുള്ളത് NSE-യുടെ സൈറ്റുകളിൽ നിന്ന് ഈ അപ്ലോഡിംഗ്, അല്ലെ, ഈ പറയുന്ന ഈ റിപ്പോർട്ട് തന്നെ, ഈ ക്രിസിലിന്റെ റിപ്പോർട്ട് തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്റ് റിപ്പോർട്ട് തന്നെ സ്ക്രീനിൽ കിട്ടും. സ്ക്രീനിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഈ 2 സൈറ്റും മതി. എല്ലാ സാധനവും സ്ക്രീനിൽ കിട്ടും. സ്ക്രീനിൽ കിട്ടാത്ത സാധനമൊന്നുമില്ല. ഓക്കെ, ഇതെല്ലാം സ്ക്രീനിൽ. അതുകൊണ്ടാണ് എനിക്ക് സൈറ്റിന് വളരെ ഇഷ്ടം. റൈറ്റ്, വളരെ സിമ്പിൾ ആണ് ഈ സൈറ്റ് ബേസിക്കലി. ഈ റിപ്പോർട്ടും കൂടെ കഴിയുമ്പം നമ്മൾ കുറെ കൂടെ കൺവിൻസ്ഡ് ആയി എടുക്കണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ. പിന്നെ ഒരു സൈറ്റും കൂടെ ഉണ്ട്, അതിന്റെ പേര് trendline.com എന്നാണ്. Trendline ട്രെൻഡ്ലൈനിൽ നമ്മൾ എന്താ നോക്കുന്നത്, മ്യൂച്വൽ ഫണ്ട് പൊസിഷൻ ഇൻ ദിസ് കമ്പനി വളരെ ക്രിട്ടിക്കലാണ്. നമ്മൾ കമ്പനി എടുക്കാൻ തീരുമാനിച്ചു, നമ്മൾ ട്രെൻഡ്ലൈനിൽ പോയി നോക്കാൻ നേരത്തെ മ്യൂച്വൽ ഫണ്ട് കണ്ടമാനം കുറച്ചുകൊണ്ടിരിക്കുക. 6 months ഒരു 10 ലക്ഷത്തിന് മ്യൂച്വൽ ഫണ്ട് കറണ്ട് ഹോൾഡിംഗ് 10,000 ആണെങ്കിൽ എവിടെയോ സം പ്രോബ്ലംസ് ആയിരുന്നു. എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് കുറച്ചു? ഒരു 10 മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, 9 പേരും വിറ്റുപോയി. ഒരാൾ നേരെ അതിൻ്റെ 10 കുറച്ചു. 10 lakhs നമ്പേഴ്സ് നിന്ന് 10,000 ആയിട്ട് കുറഞ്ഞെന്ന് വയ്ക്കുമ്പം സം ഇഷ്യൂസ് സംഭവം നമുക്കറിയില്ല എന്താണത്. കാരണം നമ്മൾ റീറ്റെയിൽ ലെവലിൽ ചിന്തിക്കുന്ന വ്യക്തിയാണ്. നമുക്കൊരു കോർപ്പറേറ്റ് ലെവലിൽ നമുക്കൊരു ഫോറൻസിക് ഓഡിറ്റ് പോകാനായിട്ടുള്ള നമുക്ക് ആ രീതിയിലായിട്ടുള്ള സ്കോപ്പില്ല. നമുക്ക് ഈ ഡേറ്റയെ വെച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഈ കാര്യമാണ് ലാസ്റ്റ് നോക്കുന്ന കാര്യം. സോ ഇത്രയും കാര്യങ്ങൾ അസസ് ചെയ്തിട്ടാണ് സാധാരണ ഞാൻ ഷോർട്ട് ടൈം ട്രേഡ്സിൽ, ബേസിക്കലി എൻ്റെ ട്രേഡ്സ് എല്ലാം റിസൾട്ട് വന്ന് അന്ന് മുതൽ അടുത്ത റിസൾട്ട്സിന് മുമ്പ് വരെ ഉള്ളൂ. ഹാർഡ്ലി 3 months ഉള്ളൂ. 3 months ഒരു 50-60 സ്റ്റോക്സ് ലിസ്റ്റ് എടുത്തിട്ട് ആ സ്റ്റോക്ക് മാത്രം ട്രേഡ് ചെയ്യുന്നത്. ശരി, അതാണ് റഡാർ ഓഫ് സ്റ്റോക്സ് ആയിട്ട് അത്രേ ഉള്ളൂ. കൃഷ്ണയോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ പീറ്റർ ലിഞ്ചിന്റെ വൺ അപ്പോൺ ദ വാൾ സ്ട്രീറ്റ് വായിച്ച ഒരു എഫക്റ്റ് ആണ്. കാര്യം വൺ അപ്പോൺ ദ വാൾ സ്ട്രീറ്റിൽ പീറ്റർ ലിഞ്ച് പറയുന്നത് അദ്ദേഹം സ്റ്റോക്സിനെ പല ബക്കറ്റ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഫാസ്റ്റ് മൂവർ, സ്ലോ മൂവർ, സ്റ്റാൾ വാട്ട്, അസറ്റ് പ്ലേ, ടേൺ അറൗണ്ട്സ്, ഇങ്ങനെ പല രീതിയിലായിട്ട് പറയും. അതിൽ അദ്ദേഹം ഫാസ്റ്റ് മൂവറായിട്ടും സ്ലോ മൂവറായിട്ടുള്ള കമ്പനീസ് ഉണ്ട്, അതായത് ഹൈ ക്വാളിറ്റി കമ്പനീസിനെ ഇൻക്ലൂഡ്. ഇൻഫാക്ട് അദ്ദേഹം പറയുന്നുണ്ട് ടേൺ അറൗണ്ട് കമ്പനീസിനെയും നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫാസ്റ്റ് ഗ്രോവറിലും സ്ലോ ഗ്രോവറിലും കൃഷ്ണകുമാർ പറഞ്ഞ അതേ പോയിന്റാണ്, അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതും നമ്മുടെ ജനറൽ ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ ഒരു ബാങ്കിന്റെ ഒരു എന്താ പറയുക ഒരു ഡെപ്പോസിറ്റ് റേറ്റും ഒക്കെ കൂടെ കമ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഏതാണ്ട് ആ പീറ്റർ ലിഞ്ചിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫി ആയിട്ട് റെസോണേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൃഷ്ണകുമാർ ഇപ്പോൾ പറഞ്ഞു. ഇതിൻ്റെ 2 കാര്യമാണ് നമുക്ക് അടിയാൻ സാധിക്കും. അടിയാൻ സാധിക്കുന്ന 2 കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം സൂരജ് റൈറ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ടേൺ ഓൺ കമ്പനീസ്. തീർച്ചയായും ടേൺ ഓൺ കമ്പനി ദർ ഇസ് എ സ്കോപ്പ്. നമ്മൾ ടേൺ ഓൺ കമ്പനി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ബേസിക്കലി ഞാൻ നോക്കുന്ന ROC-യിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇപ്പം ഐ വിൽ ടെൽ യു അബൌട്ട് 1 കമ്പനി. ഈ കമ്പനി ഒരു വലിയ പെഡിഗ്രി കമ്പനിയാണ്. കോവിഡ് ടൈമിൽ മൈനസ് ആയിരുന്നു, -5 ആയിരുന്നു. നൗ ഈ കമ്പനി 13 ആണ് ട്രേഡ് ചെയ്യുന്ന ലെവൽ. ROC 13 ആയിട്ട് മാറി. അത് പക്കാ ടേൺ ഓവർ ഉണ്ടാണ്. ഈ കമ്പനി ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു കഴിഞ്ഞ മാസം. ഇത്രയും ഭാഗത്ത് താഴെ പോയപ്പം ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത കമ്പനിയാണ് ഈ കഴിഞ്ഞ മാസം ഹിറ്റ് ചെയ്ത കമ്പനി. കൃഷ്ണ, ഒരു ഐഡിയൽ നല്ല ഒരു ROC എത്രയാണ്? നമ്മളിപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്ക്രീനറിൽ നമുക്ക് നേരിട്ട് കിട്ടാവുന്ന ഒരു ഇൻഫർമേഷൻ. ഏത് ഫിഗറിന് മുകളിലായിരിക്കും ഒരു സ്റ്റഡി, അല്ലെങ്കിൽ സ്റ്റഡി എന്നല്ല, നമ്മളൊരു നല്ലൊരു ROC ആയിട്ട് നമ്മൾ ഞാൻ ബേസിക്കലി എടുക്കുന്നത് 17 ആണ്. 17, എനിത്തിങ് അബൌവ് 17, അല്ലെങ്കിൽ ടേൺ ഓവർ ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ കഴിഞ്ഞ 3 കൊല്ലത്തെ ROC -5 or -4 ഒക്കെ ആയിട്ട് കറണ്ട് ഒരു 10, 11, 12 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ നോക്കുന്ന ഗ്രോത്തിലാണ്. ഈ കമ്പനിക്ക് ഗ്രോ ചെയ്യുന്നുണ്ട്. ഗ്രോ ചെയ്യാൻ നമ്മളിവിടെ നോക്കുന്നത്, നമ്മൾ പിയാനിലൊക്കെ പോയി നോക്കും കഴിഞ്ഞ 2 കൊല്ലത്തെ ഗ്രോത്ത് ഡിഫറൻസ് എന്താണ്. അത് ഹ്യൂജ് ഗ്രോത്ത് ഡിഫറൻസ് ആണ്. നമ്മൾ ഗ്രോ ചെയ്യാനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കും. ഈ കാരണങ്ങൾ ഇവിടുന്ന് കിട്ടും, നമുക്ക് ക്രെഡിറ്റ് റിപ്പോർട്ട് കിട്ടും ഒരു പക്ഷേ, അല്ലെങ്കിൽ കമ്പനി ഇൻവെസ്റ്റർ പ്രസന്റേഷൻ കിട്ടും. ഈ 2 കാര്യങ്ങൾ അത് മാച്ചിങ് ആണ് നമുക്ക് കമ്പനി എടുക്കാൻ സാധിക്കും, ഒരു സംശയം വേണ്ട. കാരണം ടേൺ ഓവർ ആണ് ശരിക്കും. അപ്പോൾ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ, കോൾ ട്രാൻസ്ക്രിപ്റ്റുകൾ, ഇത് രണ്ടും സ്ക്രീനറിന്റെ കൂടെയും മണി കൺട്രോൾ പ്രോന്റെയും കൂടെ, പിന്നെ അതുപോലെ ട്രെൻഡ് ലൈനും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധാരണ ഇൻവെസ്റ്ററിന് കിട്ടേണ്ട റോ മെറ്റീരിയൽസ് ആയി അല്ലെ. അതിനകത്ത് ഈ കൃഷ്ണകുമാർ പറഞ്ഞ ഫിഗേഴ്സ് പോലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1 താഴെയുള്ളത്, അല്ലെങ്കിൽ ROC 17% മുകളിലുള്ളത്, ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്ത്, അതായത് ഇൻവെസ്റ്റർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃഷ്ണകുമാർ പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്നറിയോ, അതായത് പല കമ്പനിയും റൈറ്റ്സ് ഇഷ്യൂ നടത്തി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണം കൂട്ടി. അത് ഈവൻ ഇപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ കമ്പനിയുടെ EPS ഒരിക്കലും മാറില്ല, റവന്യൂ ഒരിക്കലും മാറില്ല. ബട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഏർണിംഗ്സ് പെർ ഷെയർ കുറയും എന്നുള്ളത്. ഈവൻ എനിക്കറിയാവുന്ന ഒരു ഇൻവെസ്റ്റർ, വളരെ നോർത്ത് ഇന്ത്യയിൽ വളരെ വിസ്ഡം ഉള്ള ഒരു ഇൻവെസ്റ്റർ, തീർച്ചയായിട്ടും ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന കമ്പനി ഇഷ്ടപ്പെടാറില്ല.
അദ്ദേഹം പറയുന്നത് വെച്ചാൽ സ്പ്ലിറ്റ് കമ്പനീസ് പറയുന്ന റീസൺ എന്താണെന്നറിയോ, ലിക്വിഡിറ്റി ഇൻക്രീസ് ലിക്വിഡിറ്റി ഇൻക്രീസ് അതായത് ലിക്വിഡിറ്റി സാധാരണക്കാരന് ഇപ്പോൾ ശരിയാ. MRF 1 ലക്ഷത്തിന് മുകളിലുള്ള സ്റ്റോക്കാണ്. ഇത് സാധാരണക്കാരന് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ 10 രൂപ ഫേസ് വാല്യൂ എന്ന് കുറച്ച് 1 റുപ്പി ഫേസ് വാല്യൂ ആക്കുന്നു. അത് കാരണം മേടിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ സാധാരണ ഇൻവെസ്റ്ററിന് വളരെ ഹാപ്പി ആയിട്ടാണ് തോന്നാറ്. ഓക്കെ, ബട്ട് എപ്പോഴും ഈ ഇൻവെസ്റ്റർ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അതായത് ഒരു മാനേജ്മെന്റ് ഡ്യൂട്ടി ലിക്വിഡിറ്റി ഉണ്ടാക്കലല്ല. ജനങ്ങൾ മേടിക്കുന്നെങ്കിൽ, ഇൻവെസ്റ്റർ മേടിക്കുന്നെങ്കിൽ, കമ്പനിക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് മേടിച്ചോളും. നിങ്ങൾ എന്തിനാണ് അതിനകത്ത് കയറി കൈയിടുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് പ്രൈസസിൽ എന്തോ ഒരു മാനിപ്പുലേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ വക കാര്യങ്ങളാണ് കൃഷ്ണകുമാർ നമ്മളൊന്ന് റൗണ്ട് അപ്പ് ചെയ്ത് ഇതിന്റെ കൂട്ടത്തിൽ ഒരു 3 കാര്യം കൂടെ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ വാലിസ്റ്റ് ആവുന്നുള്ളൂ, ട്രേഡ് ആവുന്നില്ല. അതെ, നമ്മൾ ട്രേഡിലേക്ക് എങ്ങനെ പോകുന്നത്? നമ്മൾ ട്രേഡ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു 60 കമ്പനി കിട്ടി. നമ്മൾ 60 കമ്പനിയെ നമ്മൾ പല ഹെഡിൽ കൊണ്ടുപോകാം. ഫോർ എക്സാമ്പിൾ ഫെർട്ടിലൈസർ ഒരു ഹെഡിങ് ആയിരിക്കും, പേപ്പർ വേറെ ഹെഡിങ് ആയിരിക്കും. എന്നുവെച്ചാൽ പല സെക്ടേഴ്സിൻ്റെ അടിയിൽ കമ്പനീസിനെ നമ്മുടെ ഒരു വി ഹാവ് ടു പ്രിപ്പയർ ഒരു ചാർട്ട് തയ്യാറാക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സെക്ടർ അനാലിസിസ് ടെക്നിക്കലി പോയി നോക്കണം. ഓക്കെ, ഏത് സെക്ടറാണ് ട്രെൻഡ് ചെയ്യുന്നത്, ആ സെക്ടറിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ആ ട്രെൻഡ് ചെയ്യുന്ന ലെവലിലാണോ, ആ ലെവലിൽ മൊമെന്റം ഡെവലപ്പ് ചെയ്യുന്നതോടെ നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ക്വാളിറ്റി സ്റ്റോക്ക്, ആ ട്രെൻഡിലെ ക്വാളിറ്റി നമ്മൾ എടുത്തു വെച്ചു. നമ്മുടെ 10 സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. അതെ, ട്രെൻഡ് ചെയ്യുന്ന സെക്ടറിലെ സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിലുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ ആ സ്റ്റോക്സിന്റെ മൂവ്മെന്റ് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ എൻട്രി പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയും ചെയ്താൽ മാത്രമേ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഷോർട്ട് ട്രേഡറാണ്, എന്നെ സംബന്ധിച്ച് വിത്തിൻ 3 months ട്രേഡേ ഉള്ളൂ, നത്തിങ് മോർ ദാൻ 3 months. ഇങ്ങനെയാണ് ഞാൻ സാധാരണ എൻ്റെ ഷോർട്ട് ടൈം കംപ്ലീറ്റ് പ്ലാൻ ചെയ്യുന്നത്. ശരി, ശ്രദ്ധിക്കേണ്ട കാര്യം എഫർട്ട് ഭയങ്കരമായിട്ടുണ്ട്. കാര്യം 30-35 ഡേയ്സ് നമ്മൾ കുത്തിയിരിക്കണം ശരിക്കും. പക്ഷേ എഫർട്ട്സ് ചെയ്താൽ ആക്ച്വലി നമുക്ക് റാഷണലായിട്ട് നമുക്ക് അത് റാഷണൽ അല്ലേ ശരിക്കും. എഫർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഔട്ട്കം പ്രവേശിക്കാൻ സാധിക്കത്തില്ല. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം, ഒരുപാട് അൺസർട്ടനിറ്റീസ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രേക്ഷകരുടെ അറിവിലേക്ക് പ്രത്യേകം പറയുകയാണ്, നമ്മൾ പല സെക്ടറുകളും സ്റ്റോക്കും പറയുന്നത് ഒരു റെക്കമെൻഡേഷൻ ആയിട്ടോ ഒരു സോളിസിറ്റേഷൻ ആയിട്ടോ നിങ്ങൾ കരുതാതിരിക്കുക. ഇത് വെറും അക്കാഡമിക് പർപ്പസിനാണ്. ഇത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്പെഷ്യൽ പോഡ്കാസ്റ്റ് നടത്തുന്നത്. കൃഷ്ണ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു സാഹചര്യത്തിൽ ഏത് സെക്ടർ ആയിരിക്കും, നമുക്ക് സ്റ്റോക്കിലേക്ക് പോകണ്ട, ഏതൊരു സെക്ടർ ആയിരിക്കും ഇപ്പോൾ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ റിസൾട്ട് സീസൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു സീസൺ. ഈ സീസണിൽ റിസൾട്ട് അനുസരിച്ചിരിക്കും നമ്മൾ സെക്ടറിൻ്റെ പെർഫോമൻസ് എടുക്കാനായിട്ട്. നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബേസിക്കലി ക്വാർട്ടർ കസ്പ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച്. ക്വാർട്ടർ കസ്പ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു, ബേസിക്കലി ഒരു ക്വാർട്ടർ തുടങ്ങുന്നതിനുള്ള 15 ഡേയ്സ്, ക്വാർട്ടർ തുടങ്ങിയതിനുള്ള 15 ഡേയ്സ്. ഈ 30 ഡേയ്സ് എപ്പോഴും ക്രൂഷ്യലാണ്. 30 ഡേയ്സ് കഴിയും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ട്രാറ്റജി. 30 ഡേയ്സിലാണ് സ്മോൾ ക്യാപ്സിൽ ലീഡർഷിപ്പ് ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ സെക്ടർ ചേഞ്ച് ഒക്കെ വരുന്ന ഒരു സമയമാണ് ഈ 30 ഡേയ്സ് ടൈമിൽ. ദി ബെസ്റ്റ് ഇപ്പോൾ ചെയ്യാവുന്ന ബെസ്റ്റ് ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക, റിസൾട്ടിനെ അനലൈസ് ചെയ്യുക. അനാലിസിസ് നടത്തുമ്പോഴത്തേക്കും നമുക്ക് ഏതെല്ലാം സെക്ടറാണ് ലീഡർഷിപ്പ് വരുന്നുള്ള കാര്യം കുറേ ക്ലാരിറ്റി കിട്ടും ശരിക്കും. ഓൾറെഡി സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ബൈ 20th കൂടി സീസണിൻ്റെ പീക്കിലേക്ക് നമ്മൾ കടക്കും. സോ ഒരു 20th ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി പതുക്കെ കിട്ടാൻ തുടങ്ങും. ഒരു May 15th ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് അതിന്റെ സമയമായിട്ടില്ല, അതിന്റെ സമയം ആവുന്നേ ഉള്ളൂ. അപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞത്, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഏറ്റവും വില്ലനായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വലിയൊരു കോട്ടാണ്, സംടൈംസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ദ വൺ ദാറ്റ് യു ഡസന്റ് മേക്ക്. അപ്പോൾ ഇപ്പോൾ മാറി നിൽക്കുക എന്നുള്ളൊരു അല്ല, ആസ് എ ട്രേഡർ ദാറ്റ് ഈസ് അവർ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു ട്രേഡ് എന്ന ലെവലിൽ നമ്മൾക്ക് മിനിമം ട്രേഡ്സ് വേണം ഫോക്കസ് ചെയ്യാനായിട്ട്, മാക്സിമം ട്രേഡ് അല്ല, മിനിമം ട്രേഡ് ഫോക്കസ് ചെയ്തിട്ട് മാക്സിമം ലേണിംഗ് വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. അതിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. ഓക്കെ, സോ ഏതായാലും പ്രേക്ഷകർക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് ഒരുപാട് നോളജ് കിട്ടിയെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതൊക്കെ സൈറ്റുകൾ വഴി നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും, എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ്, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് കൃഷ്ണകുമാർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പോവുക. താങ്ക് യു കൃഷ്ണകുമാർ. ഏതായാലും താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് താങ്ക് യു ഫോർ എഡ്യൂക്കേറ്റിംഗ് ഓൾ അവർ വ്യൂവേഴ്സ്. താങ്ക് യു സോ മച്ച്. ബൈ.